ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ അപ്പടി ക്ഷീണിച്ചു ഇങ്ങനെ വണ്ണം വെക്കാതെ മെലിഞ്ഞൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ അവർ നല്ലപോലെ നന്നാകാനുള്ള നമ്മുടെ കുഞ്ഞൊരു ടെക്നിക്കുമായിട്ട് നമ്മൾ ഉള്ളി മൂപ്പിച്ച് നമ്മൾ ചോറ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. പെട്ടെന്ന് എത്ര മെലിഞ്ഞ പിള്ളേരാണെങ്കിലും പെട്ടെന്ന് തൂക്കവും വെക്കും, പിള്ളേർക്ക് കഴിക്കാനും ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നെയ്ക്കകത്ത് ഉള്ളി മൂപ്പിച്ച് ചോറ് കൊടുക്കുന്നതെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നിതേ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉള്ളിയൊക്കെ അരിഞ്ഞു. നമ്മുടെ കുഞ്ഞുള്ളിയാണ്, നമ്മുടെ ചെറിയുള്ളി. ഇതൊരു 10 ചെറിയുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ നമ്മൾ നെയ്ക്കകത്ത് ഈ കുഞ്ഞുള്ളി ഇട്ട് മൂപ്പിച്ച് നമ്മൾ ചോറ് തരും കുഞ്ഞു പിള്ളേർ, ചെറിയ പിള്ളേർക്ക്, അതുപോലെ തന്നെ ക്ഷീണിച്ചിരിക്കുന്ന പിള്ളേർക്ക്, അതുപോലെ തന്നെ നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ അവർക്കൊക്കെ ഈ നെയ്യ് മൂപ്പിച്ച് ഇങ്ങനെ ഉള്ളി നെയ്യും കൂടെ മൂപ്പിച്ച് ചോറ് കൊടുക്കുമല്ലോ നന്നാകാനായിട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ ക്ഷീണിച്ചിരിക്കുന്ന പിള്ളേർ, അല്ലെങ്കിൽ ചോറിനാൻ മടിയുള്ള പിള്ളേർക്കൊക്കെ നമുക്കിങ്ങനെയൊന്നൊരു ഉള്ളി മൂപ്പിച്ചൊന്ന് ചോറ് കൊടുത്ത് നോക്കി ഒരു 10 ദിവസം അടുപ്പിച്ച് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കുള്ള മാറ്റം അറിയാം. നല്ല നെയ്യായിരിക്കണം, നല്ല നെയ്ക്കകത്ത് നല്ല കുഞ്ഞു ചെറിയുള്ളി മൂപ്പിച്ച് നമുക്ക് ചോറ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പിള്ളേർക്ക് അങ്ങനെയാണ് മിക്കവാറും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറിയൊക്കെ ഒന്ന് ജസ്റ്റ് കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസമോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കറിയുള്ള ദിവസമൊക്കെ ഇങ്ങനെയൊന്ന് കൊടുത്താൽ മതി. അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ച് നമുക്കൊന്ന് ചോറ് തയ്യാറാക്കാവേ. അപ്പോൾ ഇതങ്ങനെ നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, നല്ല ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാവേ. നെയ്യ് ഒത്തിരി വേണ്ട, പിള്ളേർ ചെകിടിച്ചെങ്കിൽ എന്നാ ചെയ്യും. ആദ്യമൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒന്ന് കുറച്ച് കൊടുത്ത് നോക്കിയിട്ട് പിന്നെ നമ്മൾ വേറെ ഒത്തിരി ഒഴിക്കാവുള്ളൂ കേട്ടോ. ഒത്തിരി ആദ്യമേ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെകിടിച്ച് പോകും നെയ്യ്. അപ്പോൾ നെയ്യ് അങ്ങനെ ചെകിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരത് കഴിക്കാനായിട്ട് പാടായിരിക്കുമേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ നെയ്യ് ചൂടായി. അപ്പോൾ നമ്മൾ ആ ചൂടായ നെയ്ക്കകത്തേക്ക് നമ്മൾ ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ അമ്മച്ചിമാർ നമുക്ക് തരുന്ന ആ ഒരു ഇതാണ്. പിള്ളേർക്കൊക്കെ ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കൊക്കെ നമ്മൾ വീട്ടിലൊക്കെ എമ്പടി പശുവൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇവർ പശുവിന് നെയ്യൊക്കെ ഇങ്ങനെ വെച്ചേച്ച് നമുക്ക് ആ നെയ്യ് സൂക്ഷിച്ച് വെച്ച് ഇങ്ങനെ ചോറൊക്കെ ഉള്ളി മൂപ്പിച്ച് ചോറൊക്കെ തരുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് തരുന്നൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അന്നേരം ഇതിനൊക്കെ തരുന്നത്. അപ്പം നന്നാകാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ പിള്ളേർ മെലിഞ്ഞിരിക്കുന്ന പിള്ളേർക്ക് നമ്മളിങ്ങനെ ഒരു 10 ദിവസം ഒന്ന് അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും. എന്തേരം മെലിഞ്ഞിരിക്കുന്ന പിള്ളേരും നന്നാവും ഇങ്ങനെ ഈ ഉള്ളി മൂപ്പിച്ച് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഉള്ളി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെന്ന് പറഞ്ഞാൽ നല്ലപോലെ നമ്മൾ ഒരു ഗോൾഡൻ കളറാക്കി എടുക്കണം ഈ ഉള്ളിയെ. അപ്പോൾ ഇങ്ങനെ നമ്മളിത് നോക്കി നിന്ന് വേണം നമ്മൾ മൂപ്പിച്ചെടുക്കാൻ. അല്ല നമ്മളിത് അടുപ്പിലിട്ടിട്ടെങ്കിലും പോകുമൊന്നും ചെയ്യരുത്. ഇതിനകത്ത് ചിലർ കടുകൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ കടുകൊന്നും കടുകും കരിയാപ്പിലയും ഒന്നും നമ്മളിടുന്നില്ല. കരിയാപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അതൊക്കെ തൊണ്ണയിൽ പൂവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഉള്ളി നല്ലപോലെ അങ്ങ് മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ചോറിനകത്തിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പൊടിഞ്ഞു പോയിക്കോളും. അങ്ങനെ നമ്മുടെ ഇതുകൊണ്ട് നല്ല ഗോൾഡൻ കളറായി. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഒത്തിരി അങ്ങ് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഉള്ളി കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഇല്ല കേട്ടോ. നല്ലപോലെ ഈ ചോറ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. നമുക്കറിയാമല്ലോ, എന്ന് ഞാനൊരു 1.5 തവി ചോറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്കുള്ള ഉപ്പാണ് ഈ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ആ 1.5 തവി ചോറിന് നമ്മൾ 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതുണ്ടോ നല്ല ടേസ്റ്റായിട്ട് ആവശ്യത്തിനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കൊണ്ടുപോകും. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പാങ്ങി വെക്കാം. പിന്നെ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്ത് നിസ്സാര സമയം കൊണ്ട് നമ്മളെ പണി തീർന്നു കേട്ടോ. ഇന്ന് നമ്മുടെ ചോറുണ്ടെന്ന് കൊച്ചാണ്. കൊച്ചിന് ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ച് ഉള്ളി മൂപ്പിച്ച് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കൊച്ച് ആദ്യമേ ഉള്ളിയെല്ലാം പെറുക്കി തിന്നും, അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറിനുള്ളൂ. അപ്പം നമ്മൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും അല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ വേണം ഒരു മുട്ടയും കൂടെ പൊരിച്ച് കൊടുത്താലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മെലിഞ്ഞ് നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന പിള്ളേർക്കും അല്ലെ ചോറിനാൻ മടിയുള്ള പിള്ളേർക്കും ഒക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ. അപ്പം ഒരു 10 ദിവസം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കറിയാം ക്ഷീണിച്ചിരിക്കുന്ന പിള്ളേരെ ആ മാറ്റം നമുക്കറിയാം. നല്ലപോലെ പിള്ളേർ നന്നാകാൻ തുടങ്ങും ഇങ്ങനെ ഉള്ളിയും നെയ്യും കൂടെ മൂപ്പിച്ച് ചോറ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അവധിക്കാലത്ത് പിള്ളേരൊക്കെ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസും നാടൻ വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ